ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. ഈ ഹെയർ കെയർ എന്ന് പറയുമ്പം വലിയ ഹെയർ കെയർ ഒന്നുമല്ല. ഇന്നിപ്പം സൺഡേ മോർണിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സൺഡേസിലാണ് ഞാൻ ഈ സ്കിൻ കെയർ, അതേപോലെ സ്കിൻ കെയർ എപ്പോഴും ചെയ്യുന്നതാണ്, ഹെയർ കെയർ ഒക്കെ ഞാൻ ചെയ്യുന്നത് ഈ സൺഡേസിലായിട്ടാണ് ഞാൻ മോസ്റ്റ് ചെയ്യൽ. അപ്പം ഇന്നലെ ഞാൻ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു തേച്ചിട്ടുണ്ടായിരുന്നു. അത് തേച്ച് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ആകെ ഒരു ഡ്രൈ ആയ പോലെയാണ്. തേക്കുന്ന അന്ന് നല്ല കണ്ടീഷനായിട്ടുള്ള സ്മൂത്തായിട്ടിരിക്കും, പിറ്റേ ദിവസം നേരെ ഉൾട്ടേയിരിക്കും. അപ്പം ഇന്ന് കണ്ടില്ലേ, ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ടൊക്കെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഈ സാധനം മിക്ക സമയത്തും തേക്കും. കാരണം ഞാൻ എറണാകുളമൊക്കെ ആയിട്ടാണ് പഠിച്ചത്. എറണാകുളം ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള, എറണാകുളം ചേലക്കരയല്ല, ഞാൻ ഡിപ്ലോമയാണ് ചേലക്കര പഠിച്ചത്. ഞാൻ മാലിയങ്കര പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഭയങ്കര നമ്മളെ ഉപ്പുള്ള, അതായത് കടലിനടുത്തായിട്ടുള്ളതുകൊണ്ട് ഉപ്പ് വെള്ളമാണ്. അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് തലയിലൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ആരും സ്ഥിരം കുളിക്കുന്ന ആൾക്കാരല്ല. ഈ സ്ഥിരം കുളിച്ചതാണെങ്കിൽ ആ മുടി മൊത്തം പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ സൺഡേ അല്ലെങ്കിൽ വീക്ക്ലി വയസ്സായിട്ട് മാത്രമേ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ത കാലത്തിൽ. ഇപ്പം ഞാൻ കുളിക്കാറുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ സാധനങ്ങളൊന്നും വേണ്ട. ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. 3 ഇൻഗ്രീഡിയൻസ് ചില സമയത്ത് ഞാൻ കൂട്ടി കൊടുക്കാറുണ്ട്. കാരണം പിന്നെ ഹെയർ ഗ്രോത്തിനാണെങ്കിൽ ഞാനതിൽ തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ച് വലിച്ച് ചേർക്കാറുണ്ട്. ഹെയർ ഗ്രോത്തിനാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി നല്ല സ്മൂത്ത് ടെക്സ്ചർ വേണമെങ്കിൽ ഞാനെന്ത് പഴം നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അത് ഇതിൽ ചേർക്കാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ മൂഡ് പോലെ. പക്ഷെ ഒന്നും വേണ്ട, അതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഒറ്റ സാധനം മതി. നമ്മുടെ കേട്, അതേപോലെ നമ്മുടെ മുട്ടയുടെ വൈറ്റ് സാധാരണ ഞാൻ യെല്ലോ ചേർക്കാറില്ല കേട്ടോ. കാരണം യെല്ലോ ചേർക്കുമ്പം സ്മെല്ല് അത് എനിക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ യെല്ലോ ചേർക്കാറില്ല. സാധാരണ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാക്കൊക്കെ ഇടും. പാക്ക് ഇട്ട് ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഷാമ്പു എടുത്തിടും. ഈ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഇട്ട പാക്കിന് എന്താ ഒരു ബെനിഫിറ്റും കിട്ടൂലല്ലോ. അപ്പം ഞാൻ അത് ചെയ്യാറില്ല. അതിനോട് താല്പര്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം പിന്നെയും നമ്മളെ തലയിൽ ഈ ഇത്രയും നല്ലൊരു പാക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളത് കളയാൻ വേണ്ടിയിട്ടൊരു ഷാമ്പു ഇടുമ്പം പിന്നെയും നമ്മളെ കെമിക്കൽ വന്നിട്ട് തലയിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കത് താല്പര്യമില്ലാത്തത് കൊണ്ട് അത് ചെയ്യാറില്ല. അപ്പം നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറായിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ ആ പാക്ക് തേച്ച് അങ്ങനെ അത് ക്ലീൻ ചെയ്ത് കളയുക. അപ്പം ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാം. വരൂ ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം നോയ്സൊന്നും കേട്ടില്ല. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ നോയ്സ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ മുടിക്ക് ആവശ്യമായ കേട് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എടുക്കട്ടെ. എന്നെപ്പോലെ ഓവറായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചീത്ത പറയും. അത് കഴിഞ്ഞിട്ട് മുട്ട. ഇത് നാടൻ മുട്ടയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ കോഴി ഉണ്ടെന്ന്. ഇല്ല, കോഴിയില്ല, ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് അതിൻ്റെ യെല്ലോയും വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിന് ഞാനൊരു ഓട്ടയിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് അത് മാറ്റുന്നത്. അതിന് നന്നായിട്ട് ഓട്ടമിട്ട് കൊടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. അതിൻ്റെ എല്ലും പണ്ടവും പുറത്തെടുക്കണം. അങ്ങനെ നമ്മളത് മൊത്തം എടുക്കണം. പിന്നെ ലാസ്റ്റ് വൺ ലെമണാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഏതൊരു പാക്ക് തേക്കുകയാണെങ്കിലും അതിൻ്റെ ഫസ്റ്റായിട്ട് നമ്മളൊരു ഓയിൽ ഇടണം കേട്ടോ. ഓയിലല്ല, വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കണം. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുക്കൽ. കാരണം നമ്മൾ ആട്ടി വെളിച്ചെണ്ണയാണ് ഇവിടെ ഉണ്ടാവാറ്. സോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വലിയ ക്യാനിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റിയത്. അപ്പോൾ അത് ഇത്തിരി മതി കേട്ടോ.
കാരണം തല ഡ്രൈ ആയിട്ടിരിക്കരുത്. ആ ഡ്രൈയിലേക്ക് നമ്മൾ പാക്കും വീണ്ടും ഇടരുത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഓയിൽ കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ, കുറച്ച് നന്നായിട്ട്. അത് വിചാരിച്ചിട്ട് ഓയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിലാക്കരുത്, അല്ലാതെ ജസ്റ്റ് ഒന്ന് ഓയിൽ ഇട്ട് കൊടുക്കുക. എല്ലാ നമ്മുടെ ഈ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ആവണം കേട്ടോ. എന്നിട്ടേ ആ സാധനം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ. കണ്ടോ, നന്നായിട്ട് സ്കാൽപ്പിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹെയറിൽ അത്ര ഇല്ലെങ്കിലും സ്കാൽപ്പിൽ നന്നായിട്ട്. കാരണം ഡ്രൈ ആക്കി നമ്മൾ ഒരു മാസ്ക് തേക്കുമ്പോൾ മുടി ഡ്രൈ ആയാൽ പിന്നെ അതിനൊരു ഇതുണ്ടാവില്ല, പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഓയിലൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ഞാൻ ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയ്ക്ക് മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആവാന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ സാധനം കാണില്ലേ, ഈ സാധനം നമുക്ക് തലയിൽ തേച്ചെടുക്കാം. ഇതല്ലേ കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ. കട്ടിയാക്കാനാണ് ഞാൻ പറഞ്ഞ മാർഗ്ഗങ്ങളില്ലേ, അതായത് കട്ടിയാക്കാനല്ലത്, പക്ഷെ കട്ടിയാവണമെങ്കിൽ നമുക്ക് കട്ടിയുള്ളൊരു പാക്കാണ് വേണമെങ്കിൽ പഴമോ പിന്നെ അതേപോലെ റൈസോ എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് തേച്ച് കൊടുത്താലോ. ഇങ്ങനെ തേക്കും. ഈ കട്ടിയുള്ള പാക്കാണെങ്കിൽ നമുക്ക് ഈ ഹെന്നൊക്കെ ഇട്ട പോലെ ഇങ്ങനെ 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 ഇവിടെ ചുരുട്ടി ആക്കി വെക്കാം. പക്ഷെ ഇതാകുമ്പോൾ അത് പറ്റൂല. ഇതാകുമ്പോൾ ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഇടാൻ തന്നെ പറ്റുള്ളൂ. ഒരു തോർത്തുണ്ടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചതൊക്കെ കിട്ടും. നിങ്ങൾ തോർത്തുണ്ടെന്നാണ് പറയാറ്, നിങ്ങളെന്താണ് പറയാറ്? അപ്പം തേച്ച് നന്നായിട്ട് നമ്മൾ തേച്ച് ഒരു 20 മിനിറ്റ്സ് ഒക്കെ മതി കേട്ടോ, 20-25 മിനിറ്റ്സ്. ഈ പണ്ട് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നേ, ഈ അധിക നേരം എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മറ്റേ മുട്ടോളം മുടി വളരുന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി വളർന്നു വന്നപ്പോൾ മുട്ടോളം കേറിയല്ലോ ചുണരുടുമ്പ്, മുടിയോളം കേറിയല്ലോ ചുണരുടുമ്പ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇത് ബാത്റൂമിൽ തേച്ചൊക്കെ പിടിപ്പിക്കുക കേട്ടോ. കാരണം ഇപ്പം നിലത്തൊക്കെ വീണോ ഇട്ട് അമ്മമാരൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വെറുതെ വാങ്ങി വെക്കണ്ടല്ലോ. അപ്പം ഫുള്ള് തേച്ച് കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് ഇതാണ് പരുവം. കാരണം ഇത് ഞാനിപ്പം കുളിച്ച് അപ്പോൾ ഒരു ടവൽ കിട്ടിയതാണ്, അതിപ്പോൾ അഴിച്ച് ഡയറക്റ്റ് ഞാൻ കോംബ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ അഴിച്ചു. ഇതാ ഒരു കുടുക്ക് പോലും ഉണ്ടാവില്ല തലയിൽ, അത്രയും സ്മൂത്തായിട്ട് പോരും. ഇതിപ്പം കുറച്ച് നനഞ്ഞെടുക്കാം കേട്ടോ, ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റാവും ഹെയർ എല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്നത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.